ചില ഫുഡ് കോമ്പിനേഷൻസ് അത് ഒഴിച്ചുകൂടാനാവാത്തതാണ്. അതായത് ദോശയ്ക്ക് കൂടെ സാമ്പാർ മാത്രം കൊടുത്തിട്ട് ചട്നി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് സമ്മതിക്കാൻ ഒക്കില്ല. അതേപോലെ തന്നെ നമ്മുടെ ചോറും പരിപ്പും കൂട്ടാൻ്റെ കൂടെ ഒരു മുട്ട പൊരിച്ചില്ല എന്ന് പറഞ്ഞാൽ അതെന്തോ ഇൻകംപ്ലീറ്റ് ആയിട്ട് തോന്നും. പക്ഷെ ഇതിനുപരിയായിട്ട് നല്ല ചൂട് മുരിമുരി എന്നുള്ള പൊറോട്ടന്റെ കൂടെ ഒരു ബീഫ് ഫ്രൈ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സുഖമില്ല എന്ന് മാത്രമല്ല, അതൊരു മഹാ തോൽവിയാണ്. അപ്പോ ഇന്നത്തെ ഐറ്റം എന്തെന്ന് വെച്ചാൽ നമ്മുടെ മലയാളികളുടെ, നമ്മുടെ കേരളക്കാരുടെ സ്വന്തമായിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണ്. അപ്പൊ അതെന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ഏട്ടൻ വളരെ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. സോ ഒട്ടും സമയം വയ്ക്കുന്നില്ല, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ളത് ഏകദേശം 1/4 കിലോ ഉള്ളി, ഒരു 3 പച്ചമുളക്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. 1 കിലോ ബീഫിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉപ്പ്, ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി ആൻഡ് ഗരം മസാല 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നേരത്തെ ഉള്ളിയും പച്ചമുളകും നമ്മളൊന്ന് ചതച്ചെടുക്കുക, ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് തൈരും ഇട്ടിട്ട് എല്ലാം കൂടി ഇട്ട് മാറിനേറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങോട്ട് മൂടി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ മാറിനേറ്റ് ആയിട്ടുണ്ട്, ഏകദേശം 2 മണിക്കൂറോളായി. ഇനിയിപ്പോൾ തന്നെ നമ്മൾ മൊത്തം ഒരു 5 വിസിൽ അടുപ്പിക്കാൻ പോവുക. അപ്പോൾ വിസിൽ എങ്ങനെ അടുപ്പിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ വിസില് അത് ഹൈ ഫ്ലെയിമിലായിരിക്കണം. പിന്നെ വരുന്ന ഒരു 4 വിസില് അത് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ആ ഒരു റേഞ്ചിലിട്ടിട്ട് അതിനെ ബാക്കി 4 വിസിൽ അടുപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഈ ബീഫൊക്കെ വെന്ത് നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ വേറൊരു പാത്രത്തിന്റെ അകത്തേക്ക്, ദാറ്റ് ഈസ് ഒരു കടായിന്റെ അകത്ത്, അതൊരു കടായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇട്ട് നമ്മൾ അതിനെ മെല്ലെ ഫ്രൈ ചെയ്ത് കുറേശ്ശെ എണ്ണയൊക്കെ ഇങ്ങനെ ഒഴിച്ച് ഫ്രൈ ചെയ്ത് അങ്ങനെ ഡ്രൈ ആക്കിയിട്ട് അങ്ങനെ എടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോവാം നമുക്ക്. പീസസ് മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങോട്ട് കുറച്ച് ഈ വെള്ളം ഇതാക്കണ്ട, ഈ വെള്ളം ഇതിനകത്തുണ്ട്, ഈ വെള്ളം ഇട്ട് കൊടുക്കണ്ട. ആദ്യം പീസസ് കിട്ടുന്നത് സെറ്റ് ആവട്ടെ. ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് വെള്ളം മെല്ലെ അതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അധികം വെള്ളം വന്നിട്ടില്ല ഇതിൻ്റെ അകത്ത്, നമ്മൾ തീരെ വെള്ളം ഒഴിക്കാണ്ടാണ് ഇട്ടിരുന്നത്. പിന്നെ അതുകൊണ്ട് ഒരുപാട് വെള്ളം ഇന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്നിന് കുറേശ്ശമായിട്ട് ഈ വെള്ളം അങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണോ, ലേശം കൂടി ഇങ്ങോട്ട് ഈ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടാ. അപ്പോൾ ഇതിൻ്റെ ഈ കളറും ടെക്സ്ചറൊക്കെ ഒന്ന് ഇങ്ങനെ മാറി വരുന്നുണ്ട് ഇവിടെ. ആ കളറൊക്കെ ഒന്ന് പറ്റി അതൊന്ന് ഡ്രൈ ആവുന്നതിൻ്റെ ആ ഒരു സൈനാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിലേക്ക് മറ്റേ ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള സമയമായി. അത് ഫ്രൈ ആവുന്നതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഡ്രൈ ആവാൻ പാടില്ല. കാരണം ഒരുപാട് ഡ്രൈ ആയിട്ട് നമ്മൾ ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യണതെങ്കിൽ ആ മാംസത്തിൻ്റെ ഉള്ളിലേക്ക് ഈ ഫ്ലേവറുകൾ അധികം ശരിക്കും കിടക്കില്ല. അപ്പോൾ ഒരു ഡ്രൈ ആവാൻ തുടങ്ങുന്ന ടൈമിൽ തന്നെ അതിങ്ങനെ കയറ്റി കഴിഞ്ഞാൽ അതിങ്ങനെ മെല്ലെ അകത്തേക്ക് കയറും. തുടക്കം മുതൽക്ക് ചെയ്യാം, പക്ഷെ നമുക്ക് ഈ ജ്യൂസസ് എല്ലാതും കൂടിയും ആദ്യം തൊട്ട് തന്നെ ഡ്രൈ ആവുന്ന കുറേ ടൈം എടുക്കും. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഒരു ഫ്രൈ ആയിട്ട് ചെറിയൊരു ക്രസ്റ്റ് വന്നതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ആ ഒരു സിസ്ലിംഗ് സൗണ്ട് കേൾക്കാനുണ്ടാവും. എന്നുള്ള ആ സിസ്ലിംഗ് സൗണ്ട് അങ്ങനെ ഫ്രൈ ആവാൻ തുടങ്ങി എന്നുള്ളത് കാണിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ ഈ തീ ഒന്ന് ലേശം കുറച്ച് വയ്ക്കുക, ഒരു മീഡിയം ലെവലിൽ അങ്ങോട്ട് ആക്കി കൊടുക്കുക. ലേശം കൂടി നമ്മൾ എണ്ണ ഒഴിച്ച് അതിനെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വിചാരിക്കും ഇത്ര എണ്ണ ഒഴിക്കുന്നത് ശരിയാണോ, ഹെൽത്തി ആണോ എന്നൊക്കെ. ഹെൽത്തി അല്ല, അതായത് നമ്മളിപ്പോൾ ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടാവും. അത്രയും എണ്ണ കഴിക്കുന്നത് ഹെൽത്തി അല്ല. പക്ഷെ അത്രയും എണ്ണ ഉള്ളോട്ട് പോകുന്നത് എപ്പോഴാണ്, നമ്മൾ ഈ മൊത്തം ബീഫും ഒരൊറ്റ ഇരിപ്പിൻ്റെ ഇത് കഴിച്ച് തീർക്കുകയാണെങ്കിലാണ് അത്ര എണ്ണ നമ്മുടെ ഉള്ളിലേക്ക് പോകുള്ളൂ. പക്ഷെ നമ്മൾ അത്രയും ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കുന്നില്ല. നമ്മൾ ഒരു എത്രയാണ്, ഒരു 100 ഗ്രാമൊക്കെയാണ് ഒരു ദിവസം നമ്മൾ കഴിക്കുന്നുണ്ടാവുള്ളൂ. അതും എല്ലാ ദിവസവും നമ്മളിത് കഴിക്കുന്നില്ല. നമ്മൾ ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് we can afford to have it once in 2 weeks or even once a week. നല്ല ഫ്രൈ ആയിട്ട് വരുന്ന ആ ഒരു മണം ഉണ്ടല്ലോ,
ഇവിടെ അടിക്കുന്നുണ്ട് സാധനം. പിന്നെ നല്ല രീതിയിൽ ഒരു ഫ്രൈ ആയിട്ട് ഇതിൽ കുറച്ച് ക്ഷമ വേണം കേട്ടോ. ഇതൊന്നും കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം ഇതിനെ. അപ്പൊ അത് വരയ്ക്കാൻ നമ്മൾ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അതിനെ. നല്ല ഡ്രൈ ആയിട്ട് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അത് കളറാക്കാം, ഒരു ഡാർക്ക് ഒരു ബ്ലാക്കിഷ് കളറിലേക്ക് ഇതിനെ കൊണ്ടുവരാം. ഞാനിപ്പോൾ അതിലേക്ക് എത്തിക്കുന്നില്ല. ഇത് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഫ്രൈ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും ഇതിനെ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഈ കുരുമുളകൊന്നും കൊടുക്കുകയാണ്, ഒരു എക്സ്ട്രാ കിക്കിന് വേണ്ടിയിട്ട്. ലേശം കുരുമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാധനം പ്ലേറ്റിലേക്ക് വിളമ്പി നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ബീഫ് ഫ്രൈ നമുക്ക് ആഘോഷിക്കാം. ഒക്കെ റെഡിയായി നല്ല സെറ്റായിട്ടുണ്ട്. ഇത് നല്ല ഐശ്വര്യമായിട്ട് ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് വിളമ്പുക. കണ്ടോ, നല്ല വിട്ട് നിൽക്കണത് കണ്ടതാണ്. ഒട്ടിയിട്ടിട്ടല്ല, വിട്ടിട്ടാണ് നിൽക്കണേ. ഈ ചിലവർ ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞിട്ട് ബീഫ് റോസ്റ്റ് കൊണ്ടുവന്ന് വരും. കണ്ടാ, അങ്ങനെയൊന്നുമില്ല. കണ്ടാ, നല്ല വിട്ടിട്ടാണ് സാധനം നിൽക്കുന്നത്. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരണം. അപ്പോഴാണ് ബീഫ് ഫ്രൈ ശരിക്കും ബീഫ് ഫ്രൈ ആവുന്നത്. ഓക്കെ, കഴിച്ചു നോക്കാം. പൊറോട്ട ഇല്ല കേട്ടോ. ഈ ബീഫ് ഇല്ലാണ്ട് പൊറോട്ട കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പരാജയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷെ പൊറോട്ട ഇല്ലെങ്കിലും നമുക്ക് ബീഫ് കഴിക്കാം, വെറുതെ ബീഫ് കഴിക്കാം. കാരണം ബീഫിന് ഒറ്റയ്ക്ക് തിന്നിട്ട് അവന് ഷൈൻ ചെയ്യാൻ പറ്റും. സോ നമുക്ക് നോക്കാം അതിൻ്റെ ടേസ്റ്റ്. അടിപൊളി. ഞാൻ കുറെ കാലമായിട്ട് ഇങ്ങനത്തെ അത്രയും ഡ്രൈ ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയിട്ടില്ല. പൊതുവെ റോസ്റ്റ് ആകുമ്പോഴത്തേക്കും ലേശം ഒരു സെമി ഗ്രേവി ആകുമ്പോഴത്തേക്കും ഞാനതിന് പുറത്തേക്ക് എടുക്കില്ല പതിവ്. കാരണം അതിനൊരു ക്ഷമ ഉണ്ടാവാറില്ല. പെട്ടെന്ന് അത് ഉണ്ടാക്കി കഴിക്കണം എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ എത്താറുള്ളത്. ഷുവർലി നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് കഴിച്ചാൽ നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാം. അല്ലാണ്ട് ഞാനിത് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ വായിലൊന്നും കുത്തിത്തിരിക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങൾക്ക് അടുത്തതായിട്ട് ഞാൻ എന്ത് ചെയ്യണം, എന്ത് ട്രൈ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അവിടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ till the next time, bye.